നീലശലഭം പാർട്ട് 40. നീലി മുറിയിലേക്ക് വരുമ്പോൾ ശ്രീ അവിടെ കാര്യമായി ഫോണിൽ എന്തോ നോക്കുന്നുണ്ട്. നീലി അത് നോക്കി പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷായി വരുമ്പോൾ അവൻ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് ഒരിളം പുഞ്ചിരിയോടെ ഇരിപ്പാണ്. എന്താണ്, കുറെ നേരമായല്ലോ ഫോണിൽ നോക്കുന്നു, ഇപ്പൊ എന്താ ഒരു ചിരിയൊക്കെ? മുടിയെല്ലാം തോർത്ത് വെച്ച് തുടച്ചുകൊണ്ട് നീലി അത് പറഞ്ഞതും അത് കേട്ട് ശ്രീകാന്ത് എണീറ്റ് വന്ന് അവളുടെ അടുത്ത് പൊക്കിക്കൊണ്ട് വട്ടം കറക്കി. അയ്യോ ശ്രീയേട്ടൻ എന്തീ കാണിക്കുന്നേ? അവനൊരു പുഞ്ചിരിയോടെ അവളെ താഴെ വെച്ച് അവളുടെ അരയിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ മുഖത്ത് മുഴുവൻ ചുംബനം നൽകി. അവളും അത് കണ്ട് ചിരിയോടെ അവനെ നോക്കി. എൻ്റെ ഈ പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നീ നേടിത്തന്നു. ഓ, അതിൻ്റെ സന്തോഷമാണോ ഞാനീ കാണുന്നത്? അവൾ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് ചോദിച്ചു. അതിൻ്റെ മാത്രമല്ല, ഈ ഫോട്ടോ നോക്ക്, ഹരി വിട്ടു തന്നതാ. അവൾ അത് കണ്ട് നോക്കുമ്പോൾ അവൾ ഊഞ്ഞാലിലിരിക്കുന്ന ഫോട്ടോയായിരുന്നു അത്. ഇതെപ്പോയാ എടുത്തത്? നീലിയും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയൊരു ഗിഫ്റ്റും കൂടെയുണ്ട്. അതും പറഞ്ഞ് കബോർഡ് തുറന്ന് അവൻ അവൾക്കൊരു ഫോൺ നൽകിയതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. എൻ്റെ പെണ്ണിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണിത്. എല്ലാവരുടെയും നമ്പർ ഞാൻ കേട്ടിട്ടുമുണ്ട്. അവൾ അത് സന്തോഷത്തോടെ വാങ്ങി അവനെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് കിടക്കണ്ടേ? നേരം 1 ആവാനായി. കിടക്കണ്ടേ എന്നോ? ഇന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടോ? ഇനി ഫുൾ ഉറക്കം തന്നെയാ. വേഗം കിടന്നേ, വേഗം വേഗം. അവനെ പിടിച്ച് കിടക്കയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നുല്ലേ കിടക്കാൻ. അതും പറഞ്ഞ് അവളെയും പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളും ഒരു പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ കിടന്നു. എൻ്റെ പെണ്ണെ, ചെറിയമ്മയുടെ പിണക്കം മാറ്റാൻ പോയതല്ലേ നേരത്തെ? അതൊക്കെ അങ്ങനെ പോവട്ടെ. ശ്രീകുട്ടി പോയ സങ്കടം എല്ലാവർക്കുമുണ്ട്. അത് ഒരു നോവ് പോലെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അവർക്ക് അത് മനസ്സിലാവില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരേ ഒരു മോളായിരുന്നു. അവളെ അങ്ങനെ ചേർത്ത് പിടിച്ച് കിടന്നുകൊണ്ട് തന്നെ ശ്രീകാന്ത് പറഞ്ഞു. എല്ലാം ശരിയാവും ശ്രീയേട്ടാ. അവരും നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്നുണ്ട്. അത് ഇന്നെനിക്ക് മനസ്സിലായി. വേഗത തന്നെ നിങ്ങളോട് അവർ സംസാരിക്കും. എൻ്റെ ശ്രീയേട്ടൻ നഷ്ടമായതെല്ലാം തിരിച്ചു കിട്ടിയില്ലേ? നീ ആയിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് ഇന്നും എന്നും അന്നും എന്നും അങ്ങനെ ആയിരിക്കും. അത് കേട്ടതും അവൾ സന്തോഷത്തോടെ ഒന്നും കൂടെ അവനെ ഇറക്കി കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അവൻ അവളെ ഇക്കിളിയാക്കിയത്. ശ്രീയേട്ടാ, അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ അങ്ങനെ വിളിച്ചു. എൻ്റെ പെണ്ണിൻ്റെ ഈ ചിരി എനിക്കെന്നും ഇങ്ങനെ കേൾക്കണം. അവളുടെ മുഖത്തേക്ക് വന്ന മുടിയെല്ലാം ചെവിയിലേക്ക് പിന്നിൽ ഒളിപ്പിച്ചു കൊണ്ട് പറഞ്ഞു. അവളും ഒരു പുഞ്ചിരിയോടെ അത് നോക്കി. രാവിലെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കാൻ ഇരുന്നിട്ടും ശ്രീകാന്ത് വന്നിട്ടില്ല. ശ്രീയേട്ടൻ വന്നില്ല? ചെറിയമ്മ ആരോടും ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. നീലി അത് ശ്രദ്ധിച്ചു. ഇന്നലെ യാത്രയെല്ലാം കഴിഞ്ഞ് ഒരുപാട് വൈകിയല്ലേ വന്നത്. അവൻ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കാണില്ല. നീ പോയൊന്ന് വിളിച്ചു നോക്ക്. അത് കേട്ടതും നീലി മുറിയിലേക്ക് വന്നു. അവൻ കമിഴ്ന്ന് കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. ശ്രീയേട്ടാ, പെട്ടെന്ന് എണീറ്റ്, ഇന്ന് മരുന്ന് കുടിക്കാനുള്ള ടൈം വൈകും. മരുന്ന് കുടിച്ച് ചായയും കുടിച്ചിട്ട് ചേട്ടൻ വേഗം കിടന്നു. ഇപ്പൊ എണീക്ക്. അത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ നല്ല ഉറക്കമാ. അവളൊരു ചിരിയോടെ. ശ്രീയേട്ടാ എണീക്ക്, നേരം 9 മണിയായിരിക്കുന്നു. 8 മണിക്ക് കുടിക്കാനുള്ള മരുന്ന് ഇതുവരെ കഴിച്ചില്ല. എണീക്ക് ശ്രീയേട്ടാ. അതും പറഞ്ഞ് നീലി ശ്രീകാന്തിനെ പിടിച്ച് മലർത്തി കിടത്തിയതും അവൾ ഞെട്ടിപ്പോയി. മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ രക്തം വന്നിട്ടുണ്ട്. ശ്രീയേട്ടാ എണീക്ക്. അവൾ പേടിച്ച് വിറച്ചുകൊണ്ട് വിളിച്ചതും അവൻ ഉണർന്നതേയില്ല. ശ്രീയേട്ടാ കളിക്കല്ലേ, എണീക്ക്. ശ്രീയേട്ടാ പ്ലീസ് എണീക്ക്. അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു. അവൻ അതൊന്നും കേൾക്കുന്നേയില്ലായിരുന്നു. ശ്രീയേട്ടാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീല വിളിച്ചതും ശബ്ദം കേട്ട് എല്ലാവരും മുറിയിലേക്ക് ഓടി വരുമ്പോൾ ശ്രീകാന്തിൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുമായിരുന്നു നീലി. അയ്യോ മോനിതെന്ത് പറ്റി? മോനെ എണീക്ക്, മോനെ. ശ്രീയേട്ടാ, ശ്രീയേട്ടാ. സങ്കടത്തോടെ കിടക്കുന്ന നീലിമയെ ഭാമ താങ്ങി പിടിച്ചു. നീലിയുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. ചുറ്റുമുള്ളതൊന്നും അവൾ അറിയുന്നേയില്ല. ഒരു തരം മരവിപ്പായിരുന്നു അവൾക്ക്. നീലി വാ, എന്തെങ്കിലും കഴിക്ക്. ഹരി അവളെ വിളിച്ചതും അവൾ വേണ്ടെന്ന് തലയാട്ടി. എന്താ നീലി ഇത്? അവനൊന്നും സംഭവിക്കില്ല. അതിനുവേണ്ടി നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാലോ? അത് കേട്ടതും നീലി ICUയിലേക്ക് ഒന്ന് നോക്കി. എൻ്റെ ശ്രീയേട്ടൻ പോയാൽ എനിക്കാരുമില്ല.
ഹരിയേട്ട, ഡോക്ടറിനോട് എൻ്റെ ശ്രീയേട്ടനെ എനിക്ക് കാണിച്ചു തരാൻ പറ. ശ്രീയേട്ടനില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. അവൾ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. നീലി, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. അവനൊന്നും സംഭവിക്കില്ല. നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാലോ? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. എൻ്റെ ചങ്കിലൂടെ ഒന്നും ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കെൻ്റെ ശ്രീയേട്ടനെ കാണണം. വാ ഏട്ടൻ്റെ കുട്ടി വാ, ഞാനൊന്ന് പറയട്ടെ. അവളെ അവിടെ നിന്നും കുട്ടൻ എണീറ്റുകൊണ്ട് പറഞ്ഞതും അവൾ സങ്കടത്തോടെ എണീറ്റു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുട്ടൻ അവിടെ നിന്നും മുന്നോട്ട് നടന്നു. വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ടൈം എടുത്തു. എല്ലാവരെയും ഒരു വിധത്ത് പറഞ്ഞ് അവിടെ ഒരു റൂമിലിരുത്തി. അല്ലാതെ എല്ലാവരും ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? വിഷമം കൂടുകയേ ഉള്ളൂ. അവിടെ അടുത്തേക്ക് സഞ്ജു വന്നുകൊണ്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് ശ്രീയേട്ടന്? നീലിയുടെ അവസ്ഥ കാണുമ്പോൾ സഹിക്കുന്നില്ല. എൻ്റെ ബാമേ, നീയും കൂടെ ഇങ്ങനെ സങ്കടപ്പെടാതെ. നീലിയെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണം. അവൻ്റെ കാര്യം ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. ദൈവഭാഗ്യമുള്ളത് കൊണ്ട് ഇപ്പോൾ അവൻ ഇവിടെയെങ്കിലും എത്തി. രക്ഷപ്പെടാൻ ചാൻസ് കുറവാണെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. രക്ഷപ്പെടാൻ ഇനി വല്ല അത്ഭുതവും സംഭവിക്കേണ്ടി വരും. ഇന്ന് സർജറിയാണ്, പ്രാർത്ഥിക്കാം. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ? നീലിയെ ഒന്നും അറിയിക്കല്ലേ. അത് കേട്ട് ഭാമ സങ്കടത്തോടെ ഹരിയെ നോക്കി നിന്നു. സർ പ്ലീസ്, എൻ്റെ മോളെ വെറുതെ വിടണം. ഞാൻ ഈ കാല് പിടിക്കാം. ഒരു നെയ്സ് ദീപകിൻ്റെ കാലിൽ വീണുകൊണ്ട് പറഞ്ഞു. ദീപക് അവൻ്റെ ഫോണിൽ നെയ്സിൻ്റെ മോളുടെ വീഡിയോ കാണിച്ചു കൊടുത്തു. ആ മോളുടെ കഴുത്തിൽ കത്തിയുമായി ഒരാൾ ആ വീഡിയോയിൽ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിന്റെ മോളെ ഞാനൊന്നും ചെയ്യില്ല. ആ ശ്രീകാന്ത്, അവനെ നീ കൊല്ലണം. എന്നാ നിന്റെ മോളെ സേഫായി ഞാൻ വീട്ടിലെത്തിക്കും. സർ, ഞങ്ങൾ നേഴ്സുമാർ ഓരോരുത്തരുടെ ജീവൻ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഞങ്ങളോട് ഇത് വേണോ? ആ മനുഷ്യൻ്റെ വൈഫ് അവിടെ എല്ലാം തകർന്നതുപോലെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ ഭർത്താവും മരണപ്പെട്ടതാ. അതിനുശേഷമുള്ള എൻ്റെ ജീവിതം എനിക്കറിയാം. ആ മോളോട് അങ്ങനെ പെരുമാറാൻ എനിക്കാവില്ല. ആ നേഴ്സ് വേദനയോടെ ദീപക്കിനോടായി കെഞ്ചി. എങ്കിൽ നിന്റെ മോളെ നീ മറക്കേണ്ടി വരും. അയ്യോ വേണ്ട സർ, എൻ്റെ ഒരേ ഒരു മോള, അവളെ എനിക്കുള്ളൂ. അവളെ ഒന്നും ചെയ്യരുത്. എങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇല്ലെങ്കിൽ ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓ വേണ്ട സർ, ഞാൻ ചെയ്തോളാം. അങ്ങനെ പറ. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് വാ. ഞങ്ങൾ ഇവിടെ പുറത്ത് തന്നെ കാണും. അവൻ മരണപ്പെട്ടു എന്ന് ഉറപ്പായ നിന്റെ മകൾ വീട്ടിൽ കാണും. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. കൂടെ അവൻ്റെ ഗുണ്ടകളും. ആ നേഴ്സ് വേദനയോടെ അത് നോക്കി നിന്നു. ഹൃദയത്തിൽ വലിയൊരു ഭാരം കൊണ്ട് നീലി ദേവിക്ക് മുമ്പിൽ കൈനീട്ടി. ദേവി, എൻ്റെ ശ്രീയേട്ടനെ എനിക്ക് തിരിച്ചു നൽകണേ. ആ മനുഷ്യനില്ലെങ്കിൽ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരുപാട് പരീക്ഷിച്ചു. എന്നെയും ശ്രീയേട്ടനും ഇനിയെങ്കിലും ഒന്ന് രക്ഷിക്ക്. എൻ്റെ ശ്രീയേട്ടനെ ഒന്നും സംഭവിക്കല്ലേ. എനിക്ക് തന്നെ തിരിച്ചു നൽകണേ. ആ ദേവിക്ക് മുമ്പിൽ കൈ കൂപ്പി അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു. എന്ത് പറ്റി മോളെ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? അവളെ കണ്ട് അങ്ങോട്ട് ഒരു തിരുമേനി വന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ ഭർത്താവിന് സുഖമില്ല, ഹോസ്പിറ്റലില്ല. സങ്കടത്തോടെ നീലി പറഞ്ഞു നിർത്തിയതും. കരയാതെ മോളെ, എല്ലാം ദേവി കാണുന്നുണ്ട്. അദ്ദേഹം അതും പറഞ്ഞു പോയതും അവൾ അവിടേക്ക് തന്നെ നോക്കി നിന്നു. ശ്രീയേട്ടനില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. അവൻ്റെ കൂടെയുള്ള ഓരോ ഓർമ്മകളും അവളിലൂടെ കടന്നു വന്നതും അവനില്ലാത്തൊരവസ്ഥ വന്നാൽ എന്ന ചിന്ത അവളിലേക്ക് എത്തിച്ചു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നീലിക്ക് പെട്ടെന്ന് വയ്യാത്ത പോലെ തോന്നി. അവൾ ബോധം കെട്ട് നിലത്തേക്ക് വീണു. ദൂരെ അവളെ നോക്കിക്കൊണ്ട് നിന്നിരുന്ന ഭാമയും സഞ്ജുവും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. നീലി, ടെൻഷൻ കൂടി വീപ്പി കുറഞ്ഞതാവും, വേഗം എടുക്ക്. തുടരും. ശ്രീകാന്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാം.